1943 ഇങ്ങ് സ്വീഡനിൽ 17 വയസ്സുള്ള ഇംഗ്വർ കാംപ്രാഡ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ, ആ പയ്യൻ്റെ ഫാം ഹൗസിൽ ഒരു ചെറിയൊരു പ്രസ്ഥാനം ആരംഭിച്ചു. ആ ആരംഭിച്ച പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഐക്കിയ. 10 വർഷത്തിന് ശേഷം 1953 ആ ഫാം ഹൗസിൽ തുടങ്ങിയ സ്റ്റാർട്ടപ്പ് അതിഭയങ്കരമായിട്ട് സക്സസ് ആയതോടുകൂടി ഐക്കിയ എന്നൊരു പ്രസ്ഥാനം ആരംഭിച്ചു. സ്വീഡനിലെ അൽമുൾട്ട് എന്ന് പറയുന്ന ഞാനിപ്പോൾ ഉള്ള ഈ ഒരു ഗ്രാമത്തിൽ എൻ്റെ പുറകിൽ കാണുന്ന ഈ ബിൽഡിംഗാണ് ഐക്കിയ 1, അതായത് ലോകത്തിലെ ആദ്യത്തെ ഐക്കിയ ഷോറൂം എന്ന് പറയുന്നത്. ആ ഐക്കിയ ഷോറൂം ഇപ്പോൾ ഇവരൊരു മ്യൂസിയമാക്കി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ, അതായത് വേൾഡ്സ് ഫസ്റ്റ് ഐക്കിയ ഷോറൂമും അതേപോലെ തന്നെ ആ ഐക്കിയ ഷോറൂം കൺവേർട്ട് ചെയ്ത് മാറ്റിയ ആ മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങളും ഐക്കിയ എന്ന ബ്രാൻഡിൻ്റെ കുറച്ച് സക്സസ് സ്റ്റോറീസുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പകർത്താൻ പോകുന്നത്. ടെക് ട്രാവൽ KLT UK യാത്രയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം. ഈ കാണുന്നതാണ് 5700 സ്ക്വയർ ഫീറ്റിൽ ആദ്യമായിട്ട് നിർമ്മിച്ച ലോകത്തിലെ ഐക്കിയ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതിനോടനുബന്ധിച്ച് നമുക്കിപ്പോൾ അതൊരു മ്യൂസിയമാക്കി അവർ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ കയറി കാണാൻ പോകുന്നത്. ഇവിടെ തന്നെ നമുക്ക് ഫ്രണ്ടിലായിട്ട് നമുക്കിവിടെ ഐക്കിയയുടെ ആ ഒരു ഐക്കോണിക് ക്ലോക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഭയങ്കര ഒരു ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ ഐക്കിയ മൊത്തത്തിൽ വിൽപ്പന നടക്കുന്നൊരു ക്ലോക്കാണ്. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറേ ഡിസൈൻ വെച്ചിട്ട് കുറേ സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പിടങ്ങളും ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ തൊട്ട് മുമ്പിൽ ആ കാണുന്നതാണ് ഐക്കിയ ഹോട്ടൽ. അവിടെയാണ് നമ്മൾ ഇന്നലെ താമസിച്ചത്. അതിന് മുമ്പിലായിട്ട് വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ട്, ആ പാർക്കിംഗ് ഗ്രൗണ്ടിനോട് ചേർന്ന് ഈ കാണുന്നതാണ് മ്യൂസിയം. ആ മ്യൂസിയത്തിന് മുമ്പിലായിട്ട് ഇവിടെ ഐക്കിയയുടെ ഒരു ക്യാമ്പർമാൻ പോലത്തെ ഒരു വണ്ടി ഇവിടെ കണ്ടോ. ഐക്കിയ മ്യൂസിയത്തിന്റെ ക്യാമ്പർമാൻ പോലത്തെ ഒരു വണ്ടി ഇവിടെ കൊണ്ടിട്ടുണ്ട്. അതായത് ലുക്ക് ഇൻസൈഡ് എന്നും പറഞ്ഞുകൊണ്ട് ഇൻ ദ മിഡ് 1980s the stock market is booming and unemployment is virtually non-existent. IKEA advertising says for the wise rather than the wealthy, the young couple who live here just went to have their first baby. This is where the story together as a family begins എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ ഐക്കിയ മ്യൂസിയത്തിൻ്റെ ഒരു സംഭവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ക്യാമറമാൻ സെറ്റപ്പ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ലുക്ക് ഇൻസൈഡ് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് കാണാം. അകത്ത് കാണാൻ പറ്റില്ല. ഇതുപോലെയുള്ള കൂടുതൽ കഥകൾ അറിയണോ, നിങ്ങൾക്ക് കാണണോ എന്നെങ്കിൽ ഐക്കിയ മ്യൂസിയം സന്ദർശിക്കൂ എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. ഐക്കിയ മ്യൂസിയത്തിൻ്റെ ഒരു വണ്ടിയാണ് ഇവിടെ. ഇത് ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു, ഇന്ന് രാവിലെ ഇവിടെ കൊണ്ടിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ കാണുന്ന ഐക്കിയ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. മ്യൂസിയത്തിൻ്റെ സമീപത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ചെറിയ ചെറിയ ബിൽഡിങ്ങുകളൊക്കെ കാണാം. എല്ലായിടത്തും അൽമുൾത്തും പരസ്യങ്ങളൊക്കെയാണ്. നമ്മൾ ഈ ഹോട്ടലിൽ താമസിക്കുന്ന ആളുകൾക്ക് ഈ മ്യൂസിയത്തിനകത്ത് കയറാനുള്ള എൻട്രൻസ് ഫ്രീ ആണ് കേട്ടോ. പ്രവേശന ഫീസ് ഒന്നും കൊടുക്കൊന്നും വേണ്ട. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പേയ്മെൻറ്റ് കൊടുക്കണം നമുക്ക് ഇതിനകത്ത് കയറാനായിട്ട്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ഐക്കിയ, ആ ഐക്കിയയിലാണ് ഞാനിപ്പോൾ കയറാൻ പോകുന്നത്. വേൾഡിലെ ഫസ്റ്റ് ഐക്കിയ, സ്വീഡനിൽ ആരംഭിച്ച ആ ഒരു ഐക്കിയ എന്ന് പറഞ്ഞ മഹത്തായ ബ്രാൻഡ് ഇപ്പോൾ ലോകമെമ്പാടും പരന്ന് അതായത് ഫർണിച്ചേഴ്സും അതേപോലെ തന്നെ ഗൃഹോപകരണ സാധനങ്ങളും അതുപോലെയുള്ള മറ്റു പല സാധനങ്ങളും വിൽക്കുന്ന ഒരു വലിയ ഒരു കുത്തക ബ്രാൻഡായി മാറിയ വിശേഷങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. എക്സിബിഷൻസ് ഉണ്ട്, മ്യൂസിയം ഷോപ്പ് ഉണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻസൈഡ്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നമ്മൾ ഐക്കിയയിലൊക്കെ കയറുമ്പോൾ കാണുന്ന പോലെ തന്നെ കുറേ പ്രോഡക്റ്റുകൾ ഇവിടെ ഇങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഐക്കിയ മ്യൂസിയത്തിൻ്റെ ഒരു എക്സിബിഷൻ മാപ്പ് മറ്റൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ കുറേ എക്സിബിഷൻസ് ഉണ്ട്. പിന്നെ ഇവിടെ താഴെ ഇവിടെ ലോക്കർ റൂമുകളൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് വെച്ചിട്ട് നമുക്ക് കറങ്ങാനൊക്കെ പോകാം. 3 നിലകളിലായിട്ടാണ് ഈ ഒരു എക്സിബിഷൻ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടെമ്പററി എക്സിബിഷൻ, മ്യൂസിയം ഷോപ്പ്, റെസ്റ്റോറൻറ്റ്, അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. പിന്നെ ലോകത്ത് വേറെ ഒരു ഐക്കിയയിലും കിട്ടാത്ത കുറേ ഗുഡീസ് ഇവിടെ കിട്ടും. അതായത് ഐക്കിയയുടെ ടീഷർട്ടുകൾ, പിന്നെ ഐക്കിയയുടെ ബോട്ടിൽസ്, ഐക്കിയ മാർക്ക് ചെയ്തിട്ടുള്ള കുറേ സംഭവങ്ങൾ സുവനീറായിട്ടൊക്കെ വാങ്ങിക്കാം. 500 രൂപയാണ് ഇതിനകത്ത് കയറാനുള്ള പ്രവേശന ഫീസ്. നമ്മൾ ഹോട്ടലിൽ താമസിക്കുന്നവർക്ക് അത് ഫ്രീ ആയിട്ട് നമുക്ക് കയറാം. കൊള്ളാം അല്ലേ ഈ കാണുന്നത് ഐക്കിയയുടെ ടീഷർട്ടുകളൊക്കെ? എന്തോരം ക്രിയേറ്റീവ് ഗുഡ്സ് ആണല്ലേ കുറേ സാധനങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതുണ്ടോ ഡയറിയും, പിന്നെ ഇതൊക്കെ കണ്ടില്ലേ, അടിപൊളി നല്ല പ്രൈഡ് കളറിലുള്ള കുറേ ബാഗുകൾ. ഇത് മാഗ്നറ്റാണ്. അതെ ഐക്കിയയുടെ മാഗ്നറ്റ് കണ്ടോ, ഇത് കണ്ടില്ലേ ഐക്കിയയുടെ മാഗ്നറ്റ് ഉണ്ട് ഇവിടെ. താഴത്തെ നില കംപ്ലീറ്റ് ഷോപ്പാണ്. നമുക്ക് എക്സിബിഷൻസ് ഒക്കെ മുകളിലാണ്. നമുക്ക് ആദ്യം അത് പോയി കണ്ടിട്ട് വരാം. ഇത് ആക്ച്വലി നമ്മൾ ഐക്കിയ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വളരെ ചെറിയ ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ സാധാരണ ഐക്കിയ കാണുന്ന പോലെയല്ല, ആദ്യത്തെ ഐക്കിയ അല്ലേ, അപ്പോൾ വളരെ ചെറിയ ഐക്കിയാണിത്. ഇവിടെ കുറേ ആളുകളുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഐക്കിയയുടെ പുറകിൽ വർക്ക് ചെയ്ത ആളുകളാണ്.
ഇവരിവിടെ ഈ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്വീഡൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ്. അതായത് സ്വീഡൻ പണ്ട് ഡെവലപ്മെൻറ്റിന് മുമ്പ് എങ്ങനെയായിരുന്നു ആളുകൾ ഇവിടെ ജീവിച്ചിരുന്നത്, ഏത് രീതിയിലാണ് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ നടന്നിരുന്നത്, എന്തൊക്കെയാണ് ഇവിടെ ചെയ്തിരുന്നത്, അങ്ങനെയുള്ള കുറേ കഥകൾ പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ ഇവിടുത്തെ ഒരു എക്സിബിഷൻ ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് പണ്ട് കാലത്ത് ആളുകൾ ഇവിടുത്തെ വീടുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഫർണിച്ചറുകളും ബാക്കിയുള്ള സംഭവങ്ങളും അങ്ങനെയുള്ള പല എക്യുപ്മെൻറ്റ്സും പല സംഭവങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ പഴയ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രാമങ്ങളിൽ നമ്മുടെ പഴയ വീടുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളൊക്കെ ഇല്ലേ, നമ്മുടെ കൊട്ട, പിന്നെ ചിരവ, അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനെ പല സംഭവങ്ങൾ. ചിരവല്ല, ഇത് ബേസിക്കലി ചിരവ പോലെ ഉണ്ട്, പക്ഷെ നമ്മളിത് കുട്ടികൾക്ക് കളിക്കാനുള്ള കുതിര. പിന്നെ അങ്ങനെയുള്ള നമ്മുടെ പഴയ തൊട്ടി, അങ്ങനെയുള്ള പല സംഭവങ്ങളും നമുക്കിവിടെ ഇവർക്കും സിമിലർ ആയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് കാണാം ഇവിടെ. പഴയ തടിയുടെ കസേരകൾ, പിന്നെ വുഡിൻ്റെ ചെരുപ്പ് ഉണ്ടോ, വുഡൻ ചെരുപ്പ്, പ്ലേയിങ് വിത്ത് വുഡ്, പണ്ടത്തെ ഇവിടുത്തെ ആശാരിമാരുടെ ഓരോ കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇവിടെ അകത്തേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ വലിയ ഡിസ്പ്ലേയിൽ ഐക്യയുടെ റൂട്ട്സ്, അതായത് ഇവർ ഐക്യ എങ്ങനെയാണ് ഉണ്ടായത്, ഈ ബിൽഡിംഗ് ഒക്കെ എങ്ങനെയാണ് പണിതത്, ഇവരെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള പല കാര്യങ്ങളും 8 മിനിറ്റിൽ ഉള്ള ഒരു വീഡിയോയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. യൂറോപ്പിലെ പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് സ്കാൻഡിനേവിയൻ കൺട്രീസ്, ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ഇതാണ്. ചിൽഡ്രൻ ആർ ദ ഫ്യൂച്ചർ. അതായത് കുട്ടികളെന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെയാണ്. ആ കുട്ടികൾക്ക് എന്ത് പ്രശ്നം വന്നാലും അത് ഗവൺമെൻറ് നേരിടും. നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ കുട്ടികൾക്ക് അവരുടെ സ്വാതന്ത്ര്യമോ അവരുടെ പഠിത്തമോ മുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്നും കുട്ടികൾ ഗവൺമെൻറ് എടുത്തുകൊണ്ട് പോകും. അങ്ങനെയുള്ള പല സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുട്ടികളുടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ പ്രാം, പിന്നെ അവരുടെ മറ്റേ എന്താ പറയുക, ഫുഡ് കഴിക്കുന്ന അവരുടെ ചെയർ, ബേബി ചെയർ, അങ്ങനെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ. പണ്ട് കാലത്ത് ഇവിടുത്തെ ഒരു വീടിൻ്റെ ഒരു 1940s 1950s ഇവിടുത്തെ ഒരു വീടിൻ്റെ ഇൻറ്റീരിയറാണ് ഈ കാണുന്നത്. കണ്ട. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ഡെമോക്രാറ്റിക് ഡിസൈൻ എന്നും പറഞ്ഞുകൊണ്ട് ഐക്യയുടെ ഡിസൈൻ ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളിലേക്കാണ് നമ്മളിത് പോകുന്നത്. ഡെമോക്രാറ്റിക് ഡിസൈൻ ഈസ് ഐക്യ വേ ഓഫ് ഡിസൈനിങ് പ്രോഡക്ട്സ് ദാറ്റ് ഓഫർ ഗുഡ് ഫങ്ഷൻ, ഫോം ആൻഡ് ക്വാളിറ്റി വൈൽ ഓൾസോ സെക്യൂറിങ് സസ്റ്റൈനബിലിറ്റി ആൻഡ് ലോ പ്രൈസസ്. ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഐക്യയുടെ മെയിൻ സംഭവം. അതായത് ക്വാളിറ്റി പ്രോഡക്റ്റുകൾ, നല്ല ഭംഗിയുള്ള പുതിയ ഡിസൈനിലുള്ള പ്രോഡക്റ്റുകൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കൊടുക്കുക എന്നുള്ളതാണ് ഐക്യയുടെ ഒരു മെയിൻ ഒരു എയിം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കമ്പനി വേൾഡ് വൈഡ് സക്സസ് ആയി മുന്നോട്ട് പോകുന്നതും. സേവ് മണി. ഇവിടെ ശരി, എന്താ പറയുന്നത് കേട്ടോ. ഇത് ചരിത്രം പറയുക. അതായത് LNK ഉപയോഗിച്ചാണല്ലോ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ഇത് ഇവിടുത്തെ ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം വോൾവോ മ്യൂസിയത്തിൽ കണ്ട പോലെയുള്ള കുറേ ഇന്നോവേറ്റീവായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് ഇതിങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ. ഒരു ചെറിയൊരു ഫോർക്ക് ലിഫ്റ്റ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത്, പിന്നെ പണ്ടത്തെ കുറേ കസേരകൾ, കണ്ടെയ്നറുകൾ, ഇതൊക്കെ നമുക്ക് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ഇവിടെ ഡിസൈൻ ചെയ്യുന്നതിനും പിന്നെ പണ്ടത്തെ സംഭവങ്ങൾ കാണുന്നതിനും അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ കാണുന്നതിന് വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ പണ്ട് ഐക്യയുടെ പണ്ട് മുതലുള്ള കുറേ പ്രോഡക്റ്റുകളൊക്കെ ഇവരിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. താഴെ നമ്മൾ ആക്ച്വലി കയറി വന്നപ്പോൾ ആദ്യം കണ്ടത് സ്റ്റോറാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള നമുക്ക് സ്റ്റോറല്ല. ഇതൊക്കെ ശരിക്കും ഇവരുടെ മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്ന പ്രോഡക്റ്റുകളാണ്. മെയിനായിട്ട് നമ്മൾ വോൾവോയിൽ പോയപ്പോൾ കണ്ടതുപോലെ തന്നെ ആ ഒരു ഡിസൈൻ ഓറിയൻറ്റഡ് അതായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നതിന് ഇവർ കുറേ കാര്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇവരുടെ ഡിസൈൻ ഭാഗങ്ങൾ, പിന്നെ ഇവർ ഏത് രീതിയിലാണ് ലോ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ പല രീതിയിൽ ഇവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും നമ്മുടെ ചോദ്യങ്ങളാണ്. ഇത് കണ്ടില്ലേ, ഇതിനകത്ത് ക്യാൻ റിമൂവബിൾ ആൻഡ് മെഷീൻ വാഷബിൾ മേക്ക് യുവർ ലൈഫ് അറ്റ് ഹോം ഈസിയർ ആൻഡ് മോർ ഫൺ. അപ്പം യെസ് കൊടുത്തിരിക്കുകയാണ്. 7236 പേരാണ് എസ് കൊടുത്തിരിക്കുന്നത്, 2827 പേര് നോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോരോ ഇത് കൈൻഡ് ഓഫ് സർവേ ആണ്. കണ്ടില്ലേ, അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സർവേ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏത് രീതിയിൽ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള പോലെ നമുക്കിത് ആൻസർ ചെയ്യാം ചോദ്യങ്ങൾ വായിച്ചു നോക്കിയിട്ട്. ഇതിനകത്തൊരു ക്രിയേറ്റീവ് വർക്ക്ഷോപ്പ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പോയി ചെയ്യാൻ പറ്റും. പക്ഷേ അത് നേരത്തെ ബുക്ക് ചെയ്യണം. കമ്പാരിറ്റീവ്ലി ഒരു ചെറിയൊരു സ്ഥലമാണ്. നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിവിടുത്തെ പുതിയ ഐക്യയിലൊന്ന് പോയായിരുന്നു ഇന്നലെ. എൻ്റെ പൊന്നോ, അത് എന്നാ ഐക്യമായിരുന്നടേ അത്. ഇത് കണ്ടോ മേളിൽ ഇതുപോലത്തെ ഒരു സംഭവം നമ്മുടെ തിരുവനന്തപുരത്തെ ലുലു മാളിൽ കണ്ടിട്ടില്ലേ? ഇതിങ്ങനെ കുറേ ഡിസൈനർ പോസ്റ്ററുകൾ പോലത്തെ സംഭവം ഇതിങ്ങനെ ചുറ്റി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ നോക്കിയേ.
അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു വർഷത്തെ കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. 1950s, 1970s, 1980s, 1960s ആ സമയത്തെ കുറേ കാര്യങ്ങളുടെ ഫോട്ടോസും മറ്റുമൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഐക്യ ത്രൂ ഏജസ്, അതായത് ഐക്യ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇത്രയും വർഷം എങ്ങനെയൊക്കെ വളർന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുന്നത്. ഫ്രം അൽമുൽത്ത് ടു ദ വേൾഡ്, 1943 മുതൽ 1950s വന്നിട്ട് എങ്ങനെയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഈ ഒരു ബ്രാൻഡ് വളർന്നതെന്നാണ് ഈ ഒരു ഫ്ലോറിൽ കാണിക്കുന്നത്. ഇവർ കുറേ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് കേട്ടോ, കുറേ ചാരിറ്റി പ്രവർത്തനങ്ങൾ, കുറേ പരിപാടികൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ത്യയിൽ പോലും പലതരത്തിലുള്ള എർത്ത് ക്വേക്ക്, ഫ്ലഡ്, അങ്ങനെയുള്ള പല സംഭവങ്ങളും നടന്ന സമയത്തൊക്കെ ഇവർ ധാരാളം ഡൊണേഷൻസും കോൺട്രിബ്യൂഷൻസും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് പലർക്കും. നല്ല രീതിയിൽ ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും, ചൈന എർത്ത് ക്വേക്കിൽ, ഇന്ത്യയിൽ പല സ്ഥലത്ത് നടന്ന എർത്ത് ക്വേക്കിൽ, അവിടെ ഇവിടെയൊക്കെ ധാരാളം സഹായങ്ങൾ ഇവർ സാധനങ്ങളായിട്ടും പണമായിട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പണ്ടത്തെ ഐക്യ സ്റ്റോറിൻ്റെ ഇൻറ്റീരിയർ ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഫോട്ടോസ്, ഇങ്ങനെ പല ഫോട്ടോസ് ഇവിടെ ഇങ്ങനെ ഇത്തരത്തിൽ ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, പണ്ടത്തെ ഐക്യ ബോക്സിങ്ങും പിന്നെ അതേപോലെ തന്നെ ആ സ്റ്റോറുകളിലെ ആളുകൾ വന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നതും വാങ്ങിച്ചുകൊണ്ട് പോകുന്നതും അങ്ങനത്തെ പല സംഭവങ്ങൾ കണ്ടില്ലേ. കാറും കൊണ്ട് വന്നിട്ട് സാധനങ്ങൾ പെട്ടിയൊക്കെ ആയിട്ട് അതിൻ്റെ മേളിൽ ആൾക്കാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. സാധാരണക്കാരൻ്റെ ബ്രാൻഡാണല്ലോ ഐക്യ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ഐക്യയുടെ കസ്റ്റമേഴ്സും. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമാണ് ഇവിടെ ഈ ഒരു സ്ഥലത്ത് അൽമുൽത്തിൽ ഇവർ ഐക്യ തുടങ്ങിയപ്പോഴത്തേക്കിനും ആളുകൾ വന്നു തുടങ്ങിയത്. യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്നു തുടങ്ങി. ഇതാണ് നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഇനീഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. 1950s അവർ ചെയ്ത ആ ഒരു ഐക്യ 1. പണ്ട് കാലത്തെ ഐക്യയുടെ കുറേ പ്രോഡക്റ്റുകൾ ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പണ്ട് കാലത്ത്, അതായത് പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രോഡക്റ്റുകൾ. ആ പണ്ടത്തെ കാലത്തെ പ്രോഡക്റ്റുകളുടെ ഡിസൈൻ ആണെങ്കിൽ പോലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, എത്ര മോഡേൺ ഡിസൈനിലാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് നോക്കൂ. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ ഇതുപോലത്തെ കുറേ ചൂരലിൻ്റെ കസേരകൾ നമ്മൾ നാട്ടിൽ കണ്ടിട്ടില്ലേ, ഓർമ്മയില്ലേ? അതുപോലത്തെ ഒരു കസേരയിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ മിക്കവരുടെയും 90s കിഡ്സിലെ ആളുകളുടെ ബാല്യകാലത്തുണ്ടാവും. ഒരു കസേരയൊക്കെ അവിടെ ചില്ലും കൂട്ടിൽ വെച്ചിരിക്കുന്നത് കണ്ടോ. അതിൻ്റെ ബാക്കിൽ കണ്ടോ മാട്രസ്, ഒരു പഴയ ഒരു ട്രാക്ടറിൻ്റെ മേളിൽ കയറ്റിക്കൊണ്ട് പോകുന്നൊരു ചിത്രം കാണാം. ഐക്യയുടെ മുമ്പിലാണത്. റൂം ഫോർ ചിൽഡ്രൻ, കുട്ടികളുടെ മറ്റേ ഈ ബോൾസ് കളിക്കുന്ന പരിപാടിയില്ലേ, അതായത് എന്താ പറയുക, എന്തെങ്കിലും പറയുന്നത് പിറ്റ് ബോളോ അങ്ങനത്തെ എന്തൊരു പരിപാടി ഉണ്ടല്ലോ അത്. പിന്നെ ഐക്യയുടെ വെയർ ഹൗസ് ഓപ്പൺ ആക്കിയ ഒരു സമയത്തുള്ള ഒരു ചിത്രം ഇവിടെ കാണാം. ഈ ഒരു കസേരയും ആ ഒരു സോഫയും ഈ ഒരു ലൈറ്റും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ TV ഉള്ള കാലത്ത് ഉണ്ടായിരുന്നതാണ് എന്ന് നമുക്ക് തോന്നുമോ? ഇല്ലല്ലോ. അതാണ് അത്രയും മോഡേൺ ഡിസൈൻസ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐക്യയുടെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കളർഫുൾ ഡിസൈൻസ് അന്നും ഇന്നും ഐക്യയുടെ ഒരു മെയിൻ അട്രാക്ഷൻ ആയിരുന്നു. കണ്ടല്ലേ, പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലൈറ്റുകൾ, പിന്നെ ഫർണിച്ചേഴ്സ്, ഇതൊക്കെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മ്യൂസിയം കാണുന്നത്. അതായത് ഓൺ പ്രോഡക്ട്സ്, വർഷങ്ങൾ മുമ്പ് ഇറക്കിയ ഓൺ പ്രോഡക്റ്റുകൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു മ്യൂസിയം. എന്തല്ലേ? ഐക്യയുടെ ഒരു പണ്ട് മുതലേ ഉള്ളൊരു മെയിൻ കൺസെപ്റ്റ് ആയിരുന്നു ആളുകൾക്ക് ഐഡിയാസ് കൊടുക്കുന്നതിന് വേണ്ടി ഇതുപോലെ ഓരോ റൂമുകൾ സെറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് വെക്കുക എന്നുള്ളത്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ലിവിങ് റൂംസും അതേപോലെ തന്നെ കിച്ചണും ടോയ്ലറ്റും അടക്കം പല സംഭവങ്ങൾ, ഒരു വീട് മൊത്തത്തിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ, അത് പണ്ട് മുതലേ ഉള്ള കാഴ്ചകളായിരുന്നു. അത് കാണുമ്പം അതുപോലെ നമുക്ക് ഐഡിയാസ് വന്നിട്ട് അതേപോലെ നമുക്ക് വാങ്ങിച്ച് കൊണ്ടുപോയിട്ട് ഡിസൈൻ ചെയ്ത് എടുക്കാവുന്ന കുറേ കൺസെപ്റ്റിലാണ് ശരിക്കും ഐക്യ പ്രോഡക്റ്റുകൾ ഇവർ മെയിനായിട്ട് ഇറക്കുന്നത്. അങ്ങനെ നമ്മൾ 1950s 60s കഴിഞ്ഞ് 1980s വന്നിരിക്കുകയാണ്. 1980s പ്രോഡക്റ്റുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂം സംഭവങ്ങളൊക്കെ 1980s തന്നെ ഇവിടെ ഡിസൈൻ ചെയ്ത് സെറ്റാക്കിയിരുന്നു. മൊത്തത്തിൽ നല്ല കളർഫുള്ളാണ് കേട്ടോ ഇവിടെ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവർ മൊത്തത്തിൽ അടിപൊളിയാണ്. 1980s ഒരു സോഫ സെറ്റ്, 1980s ഓരോരോ ഫർണിച്ചറുകളൊക്കെ നോക്കിയാൽ വെച്ചിരിക്കുന്നത്. എന്ത് കിടുവാണല്ലേ, 1980s ഫർണിച്ചറാണേ. ഇതൊക്കെ 1980s ആടേ. ഇതിൻ്റെയൊക്കെ മേളിലിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. ഫർണിച്ചേഴ്സ് ഇങ്ങനെ ഒരു പുരാവസ്തു പോലെ ചില്ലും കൂട്ടിലിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് 1990s ഒരു ചൈൽഡ്സ് പ്ലേ ഏരിയ ആണ്. ഇത് കണ്ടല്ലേ, കുട്ടികളുടെ ഒരു കളിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം. 1990 കാലഘട്ടത്തിലേത്. പണ്ടത്തെ ഒരു കമ്പ്യൂട്ടർ ടേബിള്, കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ ഒറിജിനലാണ്, ഓണാക്കി വെച്ചിരിക്കുന്നുണ്ടോ, ഒറിജിനൽ സ്ക്രീനാണ്, ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ടേബിളാണ് കണ്ടില്ലേ. പിന്നെ ഇതിൻ്റെ ടേബിള്, പിന്നെ അതിൻ്റെ ബാക്കിലത്തെ സ്റ്റോറേജ്, അതൊക്കെ പണ്ടത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ് ഡിജിറ്റൽ എറ തുടങ്ങിയ സമയത്ത്. പിന്നെ നമുക്ക് ഇതുപോലെയുള്ള ഓരോ സംഭവങ്ങൾ, കാർപ്പറ്റുകളും പിന്നെ എന്താ പറയുക, മറ്റേ ഇത് കർട്ടൻസ് പോലത്തെ സാധനങ്ങളാണ്. ഇതുപോലെയുള്ള പല കാര്യങ്ങൾ
പിന്നെ ഇവിടെ ഒരു ബെഡ് റെഡിയാക്കിയിരിക്കുന്നുണ്ട്. ഇത് എന്ത് ബെഡാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോം സ്വീറ്റ് ഹോം 2000 കാലഘട്ടത്തിൽ റെഡിയാക്കിയിരിക്കുന്ന ഒരു സംഭവമാണിത്. 2000 കാലഘട്ടത്തിൽ. എന്ത് കളർഫുൾ അല്ലേ ഇത്. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യത്തെ ഐക്യ. ഒരു ചെറിയ ഷോപ്പ്, അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ സിമ്പിളായിട്ട് നടന്ന് കാണാവുന്ന ഒരു ചെറിയ ഷോപ്പ്. അതിൻ്റെ 3ാമത്തെ നിലയിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. 2010 വന്നു. തിങ്ക് ഗ്രീൻ എന്നും പറഞ്ഞുകൊണ്ടൊരു കൺസെപ്റ്റ് വന്നു. സസ്റ്റൈനബിലിറ്റി കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്ത് തുടങ്ങി. ഗ്രീൻ, അതായത് എന്താ പറയുക, ഗോ ഗ്രീൻ, അതായത് മാക്സിമം വേസ്റ്റേജ് കുറച്ച് ഗ്ലോബൽ വാർമിങ്ങിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പ്രോഡക്റ്റുകൾ ഇറക്കാനായിട്ട് ആരംഭിച്ചു. ഒരു കിച്ചൺ ഏരിയ നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ. ഇതിനെ പറ്റിയൊക്കെ വായിച്ച് മനസ്സിലാക്കേണ്ടവർക്ക് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഈ ബോർഡർലെസ് ഡിസൈൻ ഒരു ഭയങ്കര ഒരു ട്രെൻഡായിരുന്നു. ബോർഡർലെസ് ഡിസൈൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ ട്രെൻഡായിരുന്നു. ബോർഡർലെസ് ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ബോർഡർലെസ് ഡിസൈനിലുള്ള ഫർണിച്ചേഴ്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഇവരുടെ കുറേ സംഭവങ്ങൾ വായിച്ച് നോക്കി മനസ്സിലാക്കി ടൈം എടുത്ത്, ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് എങ്ങനെ വളർന്ന് വലുതായി എന്നുള്ളത് കംപ്ലീറ്റ് ഇവിടെ വന്ന് ഇതൊക്കെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവർ ഗോ അറൗണ്ട് ദ വേൾഡ്. ഇവിടെ ലൈറ്റ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവർ എവിടെയൊക്കെ ആയിരുന്നു ആദ്യം മൂലം ഉണ്ടായിരുന്നത്. സ്വീഡനിൽ നിന്ന് ആരംഭിച്ചു. പിന്നെ 1960s, 1990s, 2020 ആയപ്പോഴത്തേക്കിനും ഇവർ ലോകമെമ്പാടും വന്നു എന്നുള്ളതാണ്. അതിനകത്ത് നമുക്ക് ഇന്ത്യയിൽ ബാംഗ്ലൂർ, പിന്നെ ഹൈദരാബാദുണ്ട്, പിന്നെ ഡൽഹി അല്ലേ ഇത്, യെസ് ഡൽഹിയിലുണ്ട്, മുംബൈയിലുണ്ടെന്ന് തോന്നുന്നു. മുംബൈയിലുണ്ടെന്ന് എനിക്കറിയത്തില്ല. അത്രയും സ്ഥലങ്ങളിലുണ്ട് ലോകമെമ്പാടും. ഈ കാണുന്ന സംഭവം കണ്ടോ, ഇതെന്താണെന്നറിയോ? നിങ്ങളിന്നലെ കണ്ടില്ലേ ഐക്യ ഹോട്ടലിൻ്റെ വീഡിയോ? ആ ഐക്യ ഹോട്ടലിൽ ഇവർ നിർമ്മിച്ച 1964 ആരംഭിച്ച ഐക്യ ഹോട്ടലിൽ ഇവർ നിർമ്മിച്ച ഒരു ഹീറ്റഡ് സ്വിമ്മിംഗ് പൂളായിരുന്നു ഈ കാണുന്നത്. ഇപ്പം നിലവിൽ ആ സ്വിമ്മിംഗ് പൂൾ അവിടെ ഇല്ല, അവരവിടെ മാറ്റി, സ്വിമ്മിംഗ് പൂൾ മാറ്റി. പക്ഷെ അന്ന് ഇവിടെ ഒരു ഹീറ്റഡ് സ്വിമ്മിംഗ് പൂളും സോനയൊക്കെ ഉണ്ടായിരുന്നു. ആളുകളൊക്കെ വന്ന് അത് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത്, അതായത് ഈ ഷോപ്പിങ്ങിന് വന്ന ആളുകൾക്ക് വേണ്ടി നിർമ്മിച്ച ഐക്യ ഹോട്ടലാണത്. അതിപ്പോഴും അവിടെയുണ്ട്. അവിടെയാണ് നമ്മൾ ഇന്നലെ താമസിച്ചത്. ഇവിടെ കൂടുതലും വരുന്ന ഐക്യയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ കേട്ടോ പലരും. ഇവിടെ പബ്ലിക് വരുന്നുണ്ട്. എന്നാലും എന്നോട് ഞാൻ വന്നപ്പോൾ തന്നെ റിസപ്ഷനിലോട് ചോദിച്ചു, അറിയോ ഐക്യ ഫാമിലി മെമ്പർ എന്ന് ചോദിച്ചു. എന്നോട് അല്ല എന്ന് പറഞ്ഞു. ഐക്യയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ ട്രെയിനിങ്ങിനും ബാക്കിയുള്ള സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വരുമ്പോഴത്തേക്കിനും അവർ ചിലപ്പോൾ ഇവിടെ വന്ന് കാണാൻ വേണ്ടി വരുമായിരിക്കും. അങ്ങനെ വല്ല ആയിരിക്കാം. ഇതാണ് ഇവരുടെ ക്രിയേറ്റീവ് വർക്ക്ഷോപ്പ്. ഇവിടെ നമുക്ക് കൊച്ചുകുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ തരത്തിലുള്ള ക്രിയേറ്റീവ് വർക്ക്ഷോപ്പും പരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് കുട്ടികൾക്ക് അവർക്ക് പെയിൻറ്റ് ചെയ്യാനും, പിന്നെ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ, ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റ് കണ്ടില്ലേ, ഇതൊക്കെ വെച്ചിട്ട് ഓരോ ആളുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഓരോ കുട്ടികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രോഡക്റ്റുകളാണ്. കൊച്ചുകുട്ടികൾക്കുള്ള ഒരു ടൈം പാസ് പരിപാടികളാണ്. നമുക്കിവിടെ കുറേ റോ മെറ്റീരിയൽസ് ഉണ്ട്. ഈ റോ മെറ്റീരിയൽസ് എടുത്ത് വെച്ചിട്ട് ഇവിടെ നമുക്കിവിടെ ഇരുന്നിട്ട് ചെയ്യാം. ഈ കാണുന്ന സംഭവം എന്താണെന്നറിയാമോ? ഇതെന്ന് പറയുന്നത് ഒരു ഫർണിച്ചർ ടെസ്റ്റിംഗ് മെഷീനാണ്. അതായത് ഒരാൾ ഈ കസേരയിൽ ഇരുന്ന് എണീക്കുന്ന ആ ഒരു ഫോഴ്സാണ് ഇവിടെ ഈ കാണുന്ന ഒരു മെഷീൻ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഈ കാണുന്ന മെഷീൻ ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുമ്പോൾ നമ്മൾ പുറകിൽ ചാരും, അതേപോലെ തന്നെ താഴെ നമ്മൾക്ക് എന്താ പറയുക വെയിറ്റ് വരും. അപ്പോൾ ആ ഒരു ചെയർ ഇങ്ങനെ ക്രമേണ ഗ്രാജുവലി ഇങ്ങനെ അനങ്ങും. അപ്പോൾ ആ ഒരു ചെയറിൻ്റെ ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മെഷീൻ. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടായിരുന്നു ഇവിടെ പുറത്ത് നമുക്കൊരു ഐക്യ ടെസ്റ്റിംഗ് ലാബ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇവരുണ്ടാക്കുന്ന ഡിസൈൻ ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റുകളും ഇതുപോലെ അവർ ടെസ്റ്റിംഗ് ചെയ്യും, എത്ര നാളത് ഉപയോഗിക്കാം എന്നുള്ളത്. അതനുസരിച്ചിട്ടാണ് ഈ വാറൻറ്റിയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു സംഭവം ഇവിടെ എത്ര തവണ ഇരുന്ന് എണീറ്റു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിലെ കണക്കുണ്ട്. 84,24,771 തവണ ആയി എന്നാണ് അവർ പറയുന്നത്. എൻ്റെ പൊന്നോ, 84 ലക്ഷം തവണയോ? ദൈവമേ, ഇതിങ്ങനെ എത്ര നാളായിട്ട് ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഈ ഒരു മെഷീൻ. എന്താല്ലേ, ദ മെഷീൻ മെൻ എന്നാണ് ഈ ഒരു സാധനത്തിൻ്റെ പേര്. അപ്പോൾ ഇതുപോലെയുള്ള കുറേ സാധനങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ശരിക്കും ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണല്ലോ. അതിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിലും, അതൊരു ആപ്പ് ആണെങ്കിലും, അതൊരു എന്തൊരു ഫിസിക്കൽ പ്രോഡക്റ്റ് ആണെങ്കിലും, എന്താണെങ്കിലും. അപ്പോൾ അതാണ് നമുക്കിവിടെ ഇതുപോലെ കാണാൻ സാധിക്കുന്നത്.
പുറത്ത് കണ്ട ആ ക്ലോക്കില്ലേ, ആ വലിയ ക്ലോക്ക്, അതിൻ്റെ ചെറിയ സാധനം അവിടെ വയ്ക്കാൻ വെച്ചിട്ടുണ്ടോ. ഇതിന് 150 ഇവരുടെ കറൻസിയാണ്. അതായത് ഏകദേശം 1300 രൂപ വരും ഇതിന്. കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കുടിക്കാൻ പറ്റുന്ന സാധനം, കുതിരകൾ, പിന്നെ പല ടൈപ്പ് കുതിരയൊക്കെ ഉണ്ടോ. ഐക്യ മ്യൂസിയത്തിലെ മാഗ്നറ്റ് കണ്ടോ, ആ മാഗ്നറ്റിൽ ഐക്യയുടെ പേര് പോലും ഇല്ല, പക്ഷേ ഈ സിമ്പിൾ മതി ഐക്യാണെന്ന് മനസ്സിലാക്കാനായിട്ട്. അതാണ് ഐക്യയുടെ ഒരു മെയിൻ ഹൈലൈറ്റ്. പല ടൈപ്പ് ഓഫ് മാഗ്നറ്റുകളുണ്ട്. പ്രൈഡ് മാഗ്നറ്റ് ഉണ്ട്, പ്രൈഡ് വൃത്തിയുണ്ട് കേട്ടോ, പ്രൈഡ് കാർഡുകളുണ്ട്, പിന്നെ പ്രൈഡ് ID കാർഡുകൾ കാണാം നമുക്ക്. അങ്ങനത്തെ ലൈക്ക് പ്രൈഡായിട്ടുള്ള ആളുകൾ അവർ ID കാർഡ്സ് യൂസ് ചെയ്യുന്ന പലരും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, ഞാനിത് പറഞ്ഞെടുത്തു. പിന്നെ പേന, പെൻസിൽ, ഡയറി, അങ്ങനെ കുറേ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ. കുഞ്ഞു കുട്ടികളുടെ ടീഷർട്ടൊക്കെ ഉണ്ട് കേട്ടോ. കൊച്ചു പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കാൻ പറ്റുന്ന ബുക്ക്, അവർക്ക് പഠിക്കാൻ കൊടുക്കാൻ പറ്റുന്ന ബുക്ക്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ. കുഞ്ഞി ഹൂഡീസ്. ഇതാണ് ഐക്യയുടെ മെയിൻ ആള്, ഇംഗ്വാർ കംപ്രാറ്റ്സ്. ഇങ്ങനെ 17ാമത്തെ വയസ്സിൽ ആരംഭിച്ച പ്രസ്ഥാനമാണിത്. ഇങ്ങനെയുള്ള ഒരു പുസ്തകമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇംഗ്വാർ കംപ്രാറ്റ്സ് വിഷണറി ലീഡർഷിപ്പ് അറ്റ് ഐക്യ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് വാങ്ങേണ്ടവർക്കൊക്കെ വാങ്ങിക്കാം. ഐക്യ സ്റ്റോറി എന്നും പറഞ്ഞുകൊണ്ട് ഇംഗ്വാർ കംപാർഡിൻ്റെ ഐക്യ സ്റ്റോറി എന്ന് പറഞ്ഞൊരു പുസ്തകം. അങ്ങനെ കുറേ പുസ്തകങ്ങളുണ്ട് കേട്ടോ ഇവിടെ. പുസ്തകങ്ങളും ഇത് എന്തൊക്കെ സംഭവങ്ങളല്ലേ. ബെസ്റ്റ് ഓഫ് സ്വീഡൻ, പിന്നെ ഈ ഹോം ഡിസൈനിങ്ങിൻ്റെ പുസ്തകങ്ങൾ, അങ്ങനെയുള്ള പല സംഭവങ്ങളും. ശരിക്കും ഈ ഐക്യ എന്ന് പറയുന്നൊരു ഭയങ്കര സംഭവമല്ലേ. നമ്പർ ഓഫ് ഓപ്പൺ ഐക്യ സ്റ്റോഴ്സ് വേൾഡ് വൈഡ് 481 സ്റ്റോറുകളുണ്ടെന്ന് ഇവിടെ വേൾഡ് വൈഡ്. ഇപ്പം ഇംഗ്വാർ കംപ്രാഡ് ചേട്ടൻ ആള് പുലിയായിരുന്നു. ഇദ്ദേഹം 1926 ജനിച്ച് 2018 അദ്ദേഹം മരണപ്പെട്ടു. ഈയിടെയാണ് മരണപ്പെട്ടത്. അപ്പം ഈ വ്യക്തിയുടെ ഒരു മെയിൻ എന്താ പറയുക, വിഷണറി ആയിരുന്നു ഇപ്പം നമ്മൾ ഈ കാണുന്ന ഐക്യയും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം. അപ്പോൾ ഐക്യ മ്യൂസിയം വാസ് ഗുഡ്. എനിക്ക് കുറേ കാര്യങ്ങൾ കാണാൻ സാധിച്ചു. ഇനി നമുക്ക് റെസ്റ്റോറൻറ്റ് നോക്കൂ മക്കളെ, നോക്കൂ. റെസ്റ്റോറൻറ്റ് ഐക്യയുടെ ഒരു മെയിൻ വരുമാനമാണ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ മീറ്റ് ബോൾസ് അത് വേറെ ലെവലാണ്. മീറ്റ് ബോൾസ് എന്ന് പറയുന്നത് അതുകൊണ്ട് അവരുടെ മെനുവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പൊട്ടറ്റോ ഡംപ്ലിങ്സ്, ബാൾട്ടിക് ഹിയറിംഗ്, മീറ്റ് ബോൾസ്, ചിക്കൻ ബോൾസ്, വെജി ബോൾസ്, പ്ലാൻ ബോൾസ് നമ്മൾ ഹോട്ടലിൽ നിന്ന് നമ്മൾ കഴിച്ചായിരുന്നു. മീറ്റ് ബോൾസ് ഇന്നലെ ഞാൻ ഡിന്നറിന് കഴിച്ചായിരുന്നു. പാഴ്സ്ലി മീറ്റ് റോൾസ്, കിഡ്സ് മെനു, പിന്നെ അങ്ങനെ കൊറിയൻ സലാഡ്, ചിക്കൻ സലാഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് പോയിട്ട് ചെക്കൗട്ട് ചെയ്തിട്ട് ബാഗ് എടുത്തിട്ട് വരാം. കാരണം ചെക്കൗട്ട് ചെയ്യാൻ സമയമായി ഹോട്ടലിൽ നിന്ന്. എന്നിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കാം. അതല്ല നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ നമ്മളിപ്പോൾ സമയം കളയും. അതായത് ഐക്യയിൽ വന്നു കഴിഞ്ഞാൽ മെയിൻ നിങ്ങളിവിടുത്തെ മീറ്റ് ബോൾസ് കളിക്കണം. നിങ്ങൾ മീറ്റ് ബോൾസ് നിങ്ങൾ മീറ്റ് കഴിക്കില്ലെങ്കിൽ ചിക്കൻ ബോൾസ്, അല്ലെങ്കിൽ വെജ് ആണെങ്കിൽ വെജ് ബോൾസ്, ആ സാധനം കഴിക്കണം. അതാണ് ഇവിടുത്തെ ബെസ്റ്റ് സാധനം. യമ്മി. അങ്ങനെ ബാക്ക് ടു ഐക്യ ഹോട്ടൽ. ഐക്യ മ്യൂസിയത്തിന് നേരെ മുമ്പിലായിരുന്നു ഐക്യ ഹോട്ടൽ. അപ്പോൾ നമുക്ക് ചെക്കൗട്ട് ചെയ്യാൻ സമയമായി. ബാഗ് എടുത്തിട്ട് വരാം. ഈ ക്ലോക്ക് ഉണ്ടോ? ഈ ക്ലോക്ക് നമ്മുടെ റൂമിലുണ്ട്. സോ ദിസ് വാസ് അവർ റൂം. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചാണ്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടല്ലേ, 254 റൂംസ് ആൻഡ് 1 കിച്ചൺ ഡു നോട്ട് മേക്ക് അസ് ദ വേൾഡ്സ് ബിഗസ്റ്റ് ഹോട്ടൽ, ബട്ട് വി ആർ ദ ഓൺലി ഐക്യ ഹോട്ടൽ ഇൻ ദ വേൾഡ്. അപ്പോൾ ഗുഡ് ബൈ ഐക്യ റൂം. അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐക്യ ഞാനൊരു ഐക്യ ഫാനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐക്യ. എല്ലാം എടുത്തല്ലോ അല്ലേ? വേറൊന്നും എടുക്കാതിരുന്നിട്ടില്ലല്ലോ. ഓക്കെ, സമയം കറക്റ്റ് 12 മണിയായി. ചെക്കൗട്ട് ചെയ്യാനുള്ള സമയമായി. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് കോപ്പൻഹാഗൻ പോവാണ്. അതായത് ഡെൻമാർക്കിലേക്ക് പോവാണ് നമ്മൾ. ഡെൻമാർക്ക് ഐക്യ ഹോട്ടൽ. ബൈ പറഞ്ഞുകൊണ്ട് നമ്മൾ ഡെൻമാർക്കിലേക്ക് പോകുന്നു. ഈ ഡെൻമാർക്ക് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് 2 മണിക്കൂർ ട്രെയിനിൽ പോയാൽ മതി ഗൈസ്. 1 മണിക്കൂർ 50 മിനിറ്റ് ഇത്രേ ഉള്ളൂ. ഇത്രയും പോയി കഴിഞ്ഞാൽ കോപ്പൻഹാഗൻ എത്തും. ശ്വേതയാണ് എനിക്ക് ഈ ഐക്യ ഹോട്ടലിനെ പറ്റി എനിക്ക് പറഞ്ഞു തന്നത്. ശ്വേതയാണ് എൻ്റെ ഈ ട്രിപ്പിൽ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത്. കാരണം ഈ ഫുൾ ടൈം ഇൻസ്റ്റാഗ്രാമിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ കാണാൻ പറ്റുമല്ലോ, അങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ കിട്ടുമല്ലോ. അതാണ് സംഭവം. ഇവിടെ വെള്ളമാണ്, നമുക്ക് ഇത്തിരി വെള്ളം റീഫിൽ ചെയ്യാം. ഇവിടെ സ്റ്റിൽ വാട്ടറും സ്പാർക്ലിംഗ് വാട്ടറും ഉണ്ടോ? ഈ ഒരു കുപ്പി വെള്ളം വാങ്ങണമെങ്കിൽ 200-300 രൂപ കൊടുക്കണം. ഒറ്റപ്പ് ഹോട്ടലായിരുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, കാണണേ. നല്ല അടിപൊളി ഹോട്ടലായിരുന്നു. ഇനി തിരക്കൊന്നുമില്ല, ബഹളമൊന്നുമില്ല, പക്ഷേ ഇറ്റ് വാസ് നൈസ്. ഇവിടെ ഇട്ടാൽ മതിയല്ലേ. താങ്ക് യു ഫോർ ലീവിങ് യുവർ കീ അറ്റ് ചെക്കൗട്ട്. ഹോപ്പ് ടു സീ യു അഗൈൻ. ഒരു കീ ഞാൻ തിരിച്ചിട്ട് ഗൈസ്. ഒരു കീ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കിട്ടൂലല്ലോ ഇനി. ഈ സാധനം ഇനി വേറെ കിട്ടൂലല്ലോ. ഈ ഐക്യ ഹോട്ടൽ ലോകത്തിൽ ഇത് മാത്രമേ ഉള്ളല്ലോ. ഈ ഒരെണ്ണമല്ലേ ഉള്ളൂ. ഇവരിനി ഇനി വേറെ എവിടെയും തുടങ്ങാതെ ഈ ചാവി ഇനി കിട്ടുമല്ലോ. ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ വളരെ അധികം ആർക്കും ഇല്ലാത്ത ഒരു വിയേർഡ് കളക്ഷനാണ് ഈ ഒരു ഹോട്ടൽ കീ കളക്ഷൻ എന്ന് പറയുന്നത്. ഇത് കണ്ട, ഹോട്ടൽ കീ കളക്ഷൻ. എൻ്റെ ഞാൻ താമസിക്കുന്ന ഹോട്ടൽസിൻ്റെ, കാരണം ഇവരെപ്പോഴും 2 കീ തരുമല്ലോ പല ഹോട്ടൽസും. അപ്പോൾ ആ കീ ഇല്ല ഒരെണ്ണെടുത്ത് ഞാൻ വെക്കും. ചില രാജ്യങ്ങൾ, ഇപ്പോൾ തായ്ലൻഡ് പോലുള്ള ചില സ്ഥലങ്ങളിൽ മാത്രമേ അവർ കീ കൗണ്ട് ചെയ്ത് കീ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ എക്സ്ട്രാ പൈസയൊക്കെ വാങ്ങുള്ളൂ. അല്ലാത്ത ഹോട്ടൽസ് ഒന്നും ദേ ഡോണ്ട് കെയർ.
കാരണം അവരെ സംബന്ധിച്ച് ഇത് വലിയ കാര്യമൊന്നുമില്ല. ഇതിന് എത്ര കോസ്റ്റ് വരും, ഇത്ര കോസ്റ്റല്ലേ വരുന്നുള്ളൂ. സോ അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു സുവനീർ പോലെ, ഒരു കളക്ഷൻ പോലെ ഒരു സംഭവം അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. സോ നമുക്ക് അവിടെ പോയിട്ട് മീറ്റ് ബോൾസാണ് ഞാൻ ഇന്നലെ കഴിച്ചത്. ഇന്ന് നമുക്ക് ചിക്കൻ ബോൾസ് കഴിക്കാം. മീറ്റ് ബോൾസ് ഇന്നലെ രാത്രി കഴിച്ചു. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഐ ഹാഡ് വെജിറ്റേറിയൻ ബോൾസ്. പിന്നെ ഇനി നമുക്ക് ചിക്കൻ ബോൾസ് കഴിക്കാം. ഞാൻ തിരിച്ച് റെസ്റ്റോറൻറ്റിലെത്തി. അപ്പോൾ ഇവിടെ തിരക്കാണ്, ഇവിടെ എല്ലായിടത്തും തിരക്കാണല്ലോ. ഞാനിവിടെ നിന്ന് ചിക്കൻ ബോൾസ് ഓർഡർ ചെയ്തു. ചിക്കൻ ബോൾസ് ആക്ച്വലി നമുക്കൊരു ഇന്ത്യൻ സ്റ്റൈലാണ്. ടിക്ക മസാല വിത്ത് നാൻ ബ്രെഡ്, കുക്കുംബർ റൈത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സാധനമാണ്. പക്ഷെ എൻ്റെ മോനെ നോക്ക്, ഇതാണ് ചിക്കൻ ബോൾസ്. ഇതിന് 800 രൂപയാണ്. നമ്മുടെ 800 രൂപ തരും. അത് ഭയങ്കര കുറവാണ് ഇവിടെ ആ പ്രൈസ്. ഇത് നോക്കിയേ, ഇത് കുക്കുംബർ റൈത്ത, പിന്നെ ഒരു ചെറിയ കുഞ്ഞ് നാൻ ബ്രെഡ് ഉണ്ട്. ഇത് കൈൻഡ് ഓഫ് ഇന്ത്യൻ സ്റ്റൈലാണോ ഇത്? സാധാരണ മാഷ് പൊട്ടറ്റോയുടെ കൂടെയാണ് മറ്റേ ബോൾസൊക്കെ വരുന്നത്. ഈ സാധനം വരുന്നത് ഇങ്ങനെയാണ്. കണ്ടത് ജീര റൈസ്. ദൈവമേ, ഇവർ ഇന്ത്യൻ സംഭവം ഐക്യം എടുത്തിട്ട് ഇവിടെ കച്ചവടം ചെയ്യുവാണോ? ഇത് ആക്ച്വലി ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റ് അടിപൊളി. ഞാനിന്ന് മറ്റേ 2 സംഭവം ട്രൈ ചെയ്തുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ. ഒരു വലിയ എരിവൊന്നും ഇല്ലാത്തൊരു സാധനം. ബട്ടർ ചിക്കൻ കഴിക്കുന്ന പോലെ ഉണ്ട്. ഇതൊരു 1.5 മീലാണ്. ഇതെനിക്ക് കഴിച്ചു തീർക്കാൻ പറ്റില്ല, അത്ര ക്വാണ്ടിറ്റി ഉണ്ട്. ശരി, ഈ ചെറിയ പൈസയ്ക്കാണ് ഇത് കിട്ടുന്നത് ഇവിടെ. ഇതിലും ചെറിയ പൈസയ്ക്ക് സ്മോൾ പോർഷൻ കിട്ടും. ഇതിന് ചെറുതുണ്ടായിരുന്നു, അത് വാങ്ങിച്ചാൽ മതിയായിരുന്നു. കിട്ടില്ല ഫുഡായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ വാങ്ങിച്ച ഇത്രയും ക്വാണ്ടിറ്റി എനിക്ക് മൊത്തം കഴിക്കാൻ പറ്റില്ല. ബാക്കി അവിടെ വെച്ചു. മീറ്റ് ബോൾസ് മൊത്തം കഴിച്ചു. റൈസ് കഴിച്ചില്ല ഫുള്ള്. നമ്മുടെ 850 റുപ്പീസിനാണ് അത്രയും വലിയ മീൽ ഇവിടെ കിട്ടിയത്. ശരിക്കും ഇവിടെ പുറത്തു പോയിട്ടൊരു സാൻഡ്വിച്ച് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിലും കൂടുതൽ 1500-2000 രൂപ കൊടുക്കണം. നമ്മൾ ഒരു കുപ്പി വെള്ളത്തിന് 300 കൊടുക്കണം. അവിടെ വെള്ളം ഫ്രീ, ചായ ഫ്രീ, എല്ലാം ഫ്രീ. ഇതുപോലെയാണ് ഈ കോസ്കോ, അതേപോലെ ഈ ഐക്കിയ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര അഫോർഡബിളായിട്ട് ഫുഡ് കിട്ടും. അതും ആളുകളെ ഐക്യയിലേക്ക് അട്രാക്റ്റ് ചെയ്തതിൻ്റെ വലിയൊരു റീസണായിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ഐക്യയിൽ പോകുന്നവരുണ്ടാവും. കാരണം ഐക്യയിൽ പാർക്കിങ്ങും ഫ്രീയാണ്. നിങ്ങൾ ബാംഗ്ലൂർ, ഹൈദരാബാദൊക്കെ പാർക്കിംഗ് ഒക്കെ ഫ്രീ ആണ്. കാരണം അത് കംപ്ലീറ്റ് വേറെ തന്നെ ഒരു സ്റ്റൈലാണ്. ഡെക്കാത്തലോണി പാർക്കിംഗ് ഫ്രീ അല്ലേ അല്ലേ? നമ്മൾ അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യും. ഈ ഷോപ്പിംഗ് മാളുകളിൽ മാത്രമാണ് ഇപ്പോഴും പൈസ വാങ്ങിച്ചിട്ട് പാർക്കിംഗ് ചെയ്യുന്ന പരിപാടികളുള്ളത്. ഞാനങ്ങനെ അൽമുൽത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയേ. നിങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് നോക്കിയേ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? ഒരു മനുഷ്യൻ പോലുമില്ല. അതായത് ഇവിടത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ ജീവനക്കാർ പോലുമില്ല. ടിക്കറ്റ് കൗണ്ടറില്ല, എല്ലാം മെഷീൻ വെച്ചേക്കുക. ആ മെഷീനിൽ നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾ പോയിക്കോണം. അതാണ് ഇത്. ഒരു സ്റ്റാഫ് അത് ഇതുപോലെ ചെറിയ സ്റ്റേഷനിലൊന്നും ഒരുത്തിനും ഉണ്ടാവില്ല. ഈ കാണുന്നുണ്ട്, ഇതാണ് ടിക്കറ്റ് മെഷീൻ. ഇതിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് കയറിക്കോണം. ഇനി ടിക്കറ്റ് എടുക്കാതെ കയറി കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. കാരണം ട്രെയിനിൽ TT പോലെ ഒരാളുണ്ടാവും. ഈ സ്വീഡനിലെ ട്രെയിനുകളിൽ ടിക്കറ്റ് സെല്ലിംഗ് ഇല്ല, ഇവിടുത്തെ ട്രെയിനുകളിൽ. മനസ്സിലായോ? ഫൈൻ അടക്കമായി ടിക്കറ്റ് കിട്ടുകയുള്ളൂ. പക്ഷേ പല യൂറോപ്യൻ രാജ്യങ്ങളിലും അകത്ത് നമുക്ക് ട്രെയിനിൽ നിന്നും ടിക്കറ്റ് എടുക്കാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ടിക്കറ്റ് ഇല്ലാതെ അകത്തോട്ട് കയറരുതെന്ന്. അതാണ് പരിപാടി. ഒരൊറ്റ മനുഷ്യൻ ഈ സ്റ്റേഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, പാസഞ്ചേഴ്സ് അല്ലാതെ. ഒരു ട്രെയിൻ പോകുന്നത് ഇവിടെ ഗുഡ്സ് ട്രെയിൻ. കണ്ടെയ്നറുകൾ. സ്പീഡിലല്ലേ പോകുന്നത്? അയ്യോ നമുക്കിനി നമ്മുടെ ട്രെയിൻ വരുന്നത് എവിടെയാണ്? ഇവിടെ ആയിരുന്നു, അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലല്ലേ കോപ്പൻഹാഗൻ ട്രെയിൻ വരുന്നത്. പക്ഷേ ഞാൻ ഇവിടെ നടുക്കുവന്ന് ഇറങ്ങി. സോറി ഗൈസ്. അയ്യോ, അങ്ങനെ നമ്മൾ അൽമുൽത്ത് സ്റ്റേഷനിലെത്തി. ഇനിയിപ്പോൾ ഒരു 20 മിനിറ്റ്സിൽ എൻ്റെ ട്രെയിനുണ്ട്, 20 മിനിറ്റ്. ഇവിടെ നിന്ന് ഡയറക്റ്റ് കോപ്പൻഹാഗൻ ട്രെയിനുണ്ട്. അത് ഒരു 1.25 മണിക്കൂറിൽ നമ്മൾ കോപ്പൻഹാഗൻ എത്തും. എന്ത് ട്രെയിനാണ്? മെട്രോ ട്രെയിനാ. കോപ്പൻഹാഗനിലേക്ക് പോകുന്ന ട്രെയിനാണത്. ഇങ്ങനെയും ട്രെയിനുണ്ടോ? കോപ്പൻഹാഗനിലേക്ക് ഒരു ലോക്കൽ ട്രെയിൻ യാത്ര. സംഭവം ചെറിയ ട്രെയിനാണെങ്കിലും പറന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ എന്താ പറയുക, കോപ്പൻഹാഗൻ ഡെൻമാർക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പറന്നുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞു ട്രെയിനാണ്. ഇതിങ്ങനെ ഏതൊക്കെയോ കാടും ഗ്രാമങ്ങളും ഒക്കെ ഇങ്ങനെ താണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല സണ്ണി ഡേ ആണ്, നല്ല ഭംഗിയുണ്ട് പുറത്ത് കാണാൻ. അങ്ങനെ നമ്മളിപ്പോൾ സ്വീഡനോട് വിട പറഞ്ഞ് ഡെൻമാർക്കിലേക്ക് കടക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു പാലത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെ ആ കാണുന്നതാണ് നമ്മുടെ സ്വീഡനിലെ മാൽമോ എന്ന് പറഞ്ഞൊരു പട്ടണമാണത്. അപ്പോൾ ഈ മാൽമോ എന്ന് പറഞ്ഞ പട്ടണത്തിൽ നിന്നും ഇവർ ഈ കടലിന് മുകളിലൂടെ നമ്മുടെ കോപ്പൻഹാഗനിലേക്ക്
ഒരു റോഡ് റെയിൽ ബ്രിഡ്ജ് പണിതിട്ടുണ്ട്. താഴെ ഇപ്പോൾ നമ്മുടെ ട്രെയിൻ പോകുന്നു, ഇതിന് മുകളിലൂടെ വാഹനങ്ങൾ പോകുന്നൊരു ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ എത്ര വേഗതയിലാണ് ഈ ട്രെയിൻ പോകുന്നതെന്ന് നോക്കി. രണ്ട് സൈഡിലും നമുക്ക് കടലാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പുറത്തും കടൽ, അങ്ങ് ദൂരെ ഒന്നും കാണാനില്ല, അതുപോലെ നീണ്ടു നിവർന്ന് കിടക്കുന്ന കടൽ. അത്യാവശ്യം നീളമുള്ളൊരു പാലമാണ്. അപ്പോൾ ഈ പാലം കടന്നാണ് നമ്മൾ ഡെൻമാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. കോപ്പൻഹാഗനിലേക്ക് നമ്മളെത്തും. എത്ര നേരമായെന്നറിയോ ഇതിങ്ങനെ. ഇതിനിടയ്ക്കൂടെ കപ്പലൊക്കെ പോകുന്നുണ്ട്. അതായത് കപ്പലും കൂടെ പോകാൻ പാകത്തിന് അത്ര ഉയരത്തിലാണ് ശരിക്കും ഈ പാലം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതുപോലൊരു ചെറിയൊരു പാലം, കപ്പലും കൂടെ പോകാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു പാലം നമ്മുടെ ഫോർട്ട് കൊച്ചിയും അതേപോലെ തന്നെ ഇപ്പുറത്ത് വൈപ്പിനുമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര ബ്ലോക്ക് പറയുമെന്നറിയാം. എറണാകുളം നഗരത്തിലെ ആളുകൾക്ക് ഫോർട്ട് കൊച്ചിയൊക്കെ പോകാനുള്ളവർക്ക് ഭയങ്കര ഈസി ആയിട്ട് പോകാൻ പറ്റും. അത് ഇതിൻ്റെ 4 വേണ്ട, ഒരു 500 മീറ്റർ അല്ല 1 കിലോമീറ്റർ താഴെ ആ പാലം വരുള്ളൂ. ഈസി ആയിട്ട് പണിയാവുന്നത്. കപ്പൽ ചാലാണെന്നുണ്ടെങ്കിലും കപ്പൽ ചാലിൻ്റെ മുകളിലൂടെ എത്ര സ്ഥലങ്ങളിൽ പാലം പണിയുന്നു, ഈ പാലത്തിനിടയിൽ കൂടെ എത്ര കപ്പലുകൾ പോകുന്നു അല്ലേ. നമ്മളിപ്പോഴും എത്തിയിട്ടില്ല. ഇത് ഈ ഒരു പാലത്തിന് നടുവിൽ, അതായത് ഈ ഒരു റൂട്ട് പണിതിരിക്കുന്നതിന് നടുവിൽ ഉള്ള ഒരു ചെറിയൊരു മാൻമെയ്ഡ് സെറ്റപ്പാണിത് ഈ കാണുന്നത്. ഇപ്പോഴും നമ്മൾ എത്തിയിട്ടില്ല, ഇനിയും നമ്മൾ കയറും പാലത്തിലോട്ട്. കണ്ടോ നമ്മൾ പോകുന്നത് കണ്ടോ എങ്ങനെയാണ് ഇതിലൂടെ, ഈ കാണുന്ന സ്ഥലത്തോടെയാണ് പോകുന്നത് കണ്ടോ. ഈ 2 സ്ഥലങ്ങൾ തമ്മിലാണ് നമ്മുടെ 2 രാജ്യങ്ങളുടെ കണക്ടിവിറ്റി വരുന്നത്. അതായത് നോർത്ത് സീയും ബാൾട്ടിക് സീയും തമ്മിലുള്ള കണക്ഷൻ. ഇവിടെ എല്ലാം സോളാർ പാനലൊക്കെ വെച്ചിട്ട് സെറ്റപ്പാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ. ഇത് ഭയങ്കര സംഭവമായിട്ടത്. ഓർസുണ്ട് ബ്രിഡ്ജ് എന്നാണ് ഈ ഒരു പാലത്തിൻ്റെ പേര്. ശരിക്കും ഈ ഭാഗത്തിന് ഓർസുണ്ട് സ്ട്രെയിറ്റ് എന്നാണ് ഇവർ പറയുന്നത്. ഈ ഒരു പാലം യൂറോപ്പിലെ 2nd ലോങ്ങസ്റ്റ് റെയിൽ റോഡ് ബ്രിഡ്ജാണ്. ആ ഒരു മാൻമെയ്ഡ് ഐലൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ ടണലിലേക്ക് പ്രവേശിച്ചു. ഈ ടണൽ പണിയുന്നതും ഈ കപ്പലുകൾക്ക് പോകാൻ വേണ്ടിയാണ്. അതായത് കപ്പൽ ഇതിൻ്റെ മുകളിലൂടെ പോകും, അതിനുവേണ്ടിയാണ് ഇവിടെ ടണൽ പണിയുന്നത്. 8 കിലോമീറ്റർ ഓൾറെഡി ബ്രിഡ്ജ് ഉണ്ടായിരുന്നു ആ ഒരു മാൻമെയ്ഡ് ഐലൻഡിലേക്ക്. അവിടെ നിന്ന് പിന്നെ നമ്മൾ ടണലിലാണ് പോകുന്നത്. ഈ ടണൽ 4 കിലോമീറ്റർ ഉണ്ട്. ഡ്രോഗ്ഡൻ ടണൽ എന്നാണ് പറയുന്നത്. 4 കിലോമീറ്ററുള്ള ഡ്രോഗ്ഡൻ ടണൽ 1999 ഇത് ഇവരോട് നിർമ്മിക്കുന്നത്. അതായത് ഡബിൾ ലൈനിൽ നമുക്ക് ട്രെയിനുകൾ പോകാൻ പറ്റും, 4 വരി വണ്ടികളും പോകാൻ പറ്റുന്ന റോഡ്. അതാണ് ഇതിൻ്റെ പരിപാടി. 4 വരി റോഡും ഡബിൾ ലൈനിൽ ട്രെയിനും ഉള്ള മൊത്തത്തിൽ 8, 4, 12 കിലോമീറ്റർ വരുന്ന 2 രാജ്യങ്ങൾ തമ്മിലുള്ള 2 നഗരങ്ങൾ തമ്മിലുള്ള ആ വലിയ ഒരു ഡിസ്റ്റൻസ് ഒരു പാലം പണിത് സെറ്റാക്കി. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കോപ്പൻഹാഗൻ എയർപോർട്ടിൻ്റെ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലാണ്. അതായത് മറ്റു രാജ്യത്ത് നേരെ കയറി വരുന്ന കോപ്പൻഹാഗൻ എയർപോർട്ടിലാണ്. അങ്ങനെ നമ്മൾ ഡെൻമാർക്കിൽ കയറിയിരിക്കുകയാണ്. ഡെൻമാർക്കിന് ഒത്തിരി പ്രത്യേകതകളുണ്ട് കേട്ടോ. ഞാൻ പറയാം, അടുത്ത വീഡിയോയിൽ പറയാം, ഡെൻമാർക്കിൻ്റെ വീഡിയോ ഞാൻ പറയാം. ഇവിടെ ട്രെയിനിൽ ആൾക്കാർ ഭയങ്കര ബഹളമാണ്. ഭയങ്കര ബഹളമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇവിടുത്തെ ആൾക്കാർ എന്തായാലും ഡിഫറെൻറ്റാണ്. ഡെൻമാർക്കിൽ ഐക്യ, ഇവിടെയുണ്ട് ഐക്യ, എല്ലായിടത്തും ഐക്യമുണ്ട്. നമ്മൾ ഫ്ലെക്സ് ബസ് ഒക്കെ കിടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കോപ്പൻഹാഗൻ അല്ലെങ്കിൽ കോപ്പൻഹാഗൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഈ കുറേ ആൾക്കാരെ ഈ സ്ഥലപ്പേര് പ്രൊനൗൺസ് ചെയ്യുന്നതിനെ പറ്റി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഈ സ്ഥലപ്പേര് ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജിൽ ഒരു പ്രൊനൗൺസിയേഷൻ, ഇംഗ്ലീഷിൽ വേറെ പ്രൊനൗൺസിയേഷൻ, അങ്ങനെയാണ് എല്ലാ സ്ഥലപ്പേരുകളും. അതിനകത്ത് എന്താ പറയുക, ഒരു അമർഷം കാണേണ്ട ആവശ്യമൊന്നുമില്ല. സ്ഥലപ്പേരല്ലേ, അതിപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റും. ഒരു സായിപ്പ് വന്നിട്ട് മൂവാറ്റുപുഴയെന്ന് കൃത്യമായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുമോ? ആ മൂവാറ്റുപുഴ എന്നല്ലേ പറയുള്ളൂ. അപ്പോൾ നമുക്ക് സ്ഥലപ്പേര് പ്രൊനൗൺസ് ചെയ്യുന്നതിൽ എന്താണ് ഇതിന് മാത്രം പ്രശ്നമെന്ന് എനിക്കറിയില്ല. മാക്സിമം എൻ്റെ ആയിട്ടുള്ള രീതിയിൽ കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ എന്നാലും അവിടുത്തെ ലോക്കൽസ് പ്രൊനൗൺസ് ചെയ്യുന്നത് വേറെ രീതിയായിരിക്കും, നമ്മൾ ഫോറിനേഴ്സ് പ്രൊനൗൺസ് ചെയ്യുന്നത് വേറെ രീതിയായിരിക്കും. അപ്പോൾ അതിനകത്ത് കുറേ സംഭവങ്ങളുണ്ട്. അപ്പം എന്താ പറയുക, അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. സംഭവം പേര് മനസ്സിലായില്ലേ. ഇവിടെ എല്ലാം ഒരു പട്ടിയായിട്ടോ ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എത്തിയിരിക്കുകയാണ് ഡെൻമാർക്ക് എന്ന് പറഞ്ഞ രാജ്യത്ത് കോപ്പൻഹാഗൻ എന്ന് പറയുന്ന ആ സ്ഥലത്തേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഈ കാണുന്ന കുഞ്ഞ് ട്രെയിനിൽ കയറി നമ്മുടെ സ്വീഡനിൽ നിന്നും ഇവിടെ എത്തി. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, എങ്ങനെയാണെന്നൊന്നും തീരുമാനമായിട്ടില്ല. ഡെൻമാർക്ക് കോപ്പൻഹാഗൻ ഒന്ന് കറങ്ങണം. പിന്നെ നമുക്ക് കോപ്പൻഹാഗൻ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. ഭയങ്കര എക്സ്പെൻസീവാണ്. അതായത് താമസവും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഒരു സിറ്റിയാണിത്. ഈ നമ്മുടെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായിട്ടുള്ള നോർവേ, സ്വീഡൻ, ഡെൻമാർക്കിൽ സദേൺ മോസ്റ്റ് ഭാഗത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഡെൻമാർക്ക്. ഈ ഡെൻമാർക്കിൻ്റെ കീഴിലാണ് ഫാറോ ഐലൻഡും അതേപോലെ തന്നെ നമ്മുടെ ട്രംപ് നോട്ടമിട്ടിരിക്കുന്ന ഗ്രീൻലാൻഡും ഒക്കെ.
ഏതാ ഗ്രീൻലാൻഡ് വേണമെന്നും പറഞ്ഞുകൊണ്ട് ട്രംപ് പറഞ്ഞില്ലേ ഗ്രീൻലാൻഡ് വേണം ഞാൻ എടുത്തോളാന്ന്. അപ്പോൾ അതിനെതിരെ ഡെൻമാർക്കും ഇവരുമൊക്കെ തമ്മിൽ കുറച്ച് സൈബർ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഡെൻമാർക്കിൻ്റെ വിശേഷങ്ങൾ, കോപ്പൻഹാഗൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഐക്യ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഐക്യയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സീ യു ഗൈസ് ടുമോറോ. അതുവരേക്കും ബൈ ബൈ ഫ്രം ഡെൻമാർക്ക്.